അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പാർക്കാണ്. ഇത് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ബീച്ചിൽ വരുന്നവരെല്ലാം ഇവിടെയും കൂടി വരിക. അപ്പോ ഇപ്പൊ നമ്മൾ വരുന്ന ബീച്ച് വഴിയും വരാം, ബീച്ച് എത്തുന്നതിന് മുന്നേ ഉള്ള ലെഫ്റ്റ് സൈഡ് റോഡ് വഴിയും വരാം. ഒന്നും വേണ്ട, ഗൂഗിളിൽ കണ്ണൂർ ഡിസ്നി വേവ്സ് എന്ന് അടിച്ചാൽ നിങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കും. എനിക്ക് സ്ട്രോബെറി മതി. റിബു നിനക്ക് എന്താ? ശരി, ആരാ ഉള്ളത് കൂടെ? അപ്പൊ അഭിവാദ്യങ്ങള് കാണാം. എല്ലാം തിന്നോണ്ടും വരുന്നുണ്ട്. പാർക്കും കടലും. അപ്പൊ നമ്മൾ പാർക്കിന്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. കടൽ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. ഇവിടെ വന്ന് അങ്ങോട്ടും കാണിച്ചില്ല. നമ്മള് സെക്യൂരിറ്റി വഴിയാണ് കടക്കുന്നത്. നീന്തരം എത്ര വയസ്സുള്ളവർക്കെല്ലാം വയസ്സിന് കണക്കുണ്ടോ? 3 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആളുകൾക്ക് ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഭയങ്കര പ്രൈസാണ്. അത് മാത്രമല്ല നല്ല ആയമുണ്ട്. നല്ല ആയം വലിയാക്കെല്ലാം പിടിക്കാൻ ചെറിയ കുട്ടികൾ വേറെ നീന്തുന്നുണ്ട്. ഇത് ഞാനങ്ങനെ കയറും. ഇതിനുള്ളിൽ ഗോസ്റ്റ് ഉണ്ടാ? പയ്യന്നൂരുള്ള ദാസേട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇവരാണ് ഈ കാണുന്ന അല്ലേ പറയുന്നത് ഗോസ്റ്റ് ഹൗസിന്റെ വർക്കുകൾ. ചാക്ക് ഉപയോഗിച്ചു. പിന്നെ മറ്റേ അതിൻ്റെ പേരുന്ന സിമന്റ് അല്ലേ? നിങ്ങളെ പേരെന്താ? റോബി. പയ്യന്നൂരിന്. അപ്പോൾ പയ്യന്നൂരുള്ള 2 നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് ഇവിടെ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്.
അങ്ങോട്ട് വേണ്ട പാർസൽ ഉള്ളിലുണ്ട് ഒരാള് ഇതിന്റെ വർക്ക് ഉള്ളിലുണ്ട്. ഇനിയിപ്പോ ടിക്കറ്റ് വെച്ചിട്ട് എനിക്ക് ഇല്ല വേണ്ടോ ഇത് മുന്നേ ഇല്ല പുതിയ ഓക്കെ. ഇങ്ങനെ ഒരു വർക്ക് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. കാര്യങ്ങളാണ് പണി കഴിഞ്ഞിട്ടില്ല മുഴുവനായിട്ടുള്ള. വരാൻ പോകുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വേറൊരു കലാകാരൻ ഇവിടെ ഉണ്ട്. എന്റെ പേര് പേരെന്താ? പ്രദീപ് പയ്യന്നൂർ. ഇതെന്താ? വെരി നൈസ്. ആടുന്നതാണ് അങ്ങനെ പൊട്ടിങ്ങോട്ട് പോരാ. ഇതെന്നാ സംഭവം? ഇത് ബോൾ കളിക്കുന്നല്ലേ? മോനെ ഒന്ന് തുള്ളിയ. അപ്പൊ പ്രിയപ്പെട്ടവര് ഇവര് ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. ഇതാ പൊന്നെ പിടിച്ചോ അതാ ഇട്ട് ഇല്ല ഇല്ല നീയല്ല എന്നെ കട്ടിച്ചെറി വിട്ടത്. അപ്പൊ പോവാ പ്രഭു. ഇതാ ഇപ്പൊ നോക്കാം നമുക്ക് റിബുവിന്റെ. ഇവിടെയുള്ള കുട്ടികൾ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. സമയം 3 വരെ ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അല്ലേ രാത്രിയെല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലമാണ്. അതുപോലെ ചെറിയ പൈസക്ക് ഇതാ ബനിയൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആകാശത്തൊട്ടിൽ കറങ്ങുന്നേ ആവൂ ഈവൂ. അതുപോലെ തന്നെ ഹോട്ടലുകൾ, പറയും പോലെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഹലോ നമസ്കാരം. എന്തെല്ലാം റിയാരിഫ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? കുട്ടികള് ഇവിടെ വന്നാ പിന്നെ ഇവിടുന്ന് ഇറങ്ങൂല അല്ലേ?
മെല്ലെ 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 പോയാ മതി. ദീപുവിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ ഇതിന്റെ പേരെന്തേനിപ്പോ? സിപ്ലൈന് സൈക്ലിങ്ങും എന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലെല്ലാം കുറച്ച് എകരം കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആകാശത്തൂട്ട് പോകുന്ന പോലെ ഉണ്ടോ കേട്ടോ. ഒരു ഭാഗത്ത് കടൽ അടിച്ചു വരുന്ന തിരമാലകൾ, മറുഭാഗത്ത് ഇതാ തൊട്ടിലെല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾ വരുന്നുണ്ട്. ചന്ദ്രനിൽ പോകാൻ രണ്ടാൾ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതൂട്ടാ സംഭവം സ്ഥലം? എടാ വൈകുന്നേരം നല്ല ആളുണ്ടാവും അല്ലേ? മറ്റും വരുമ്പോൾ പോയാൽ മതി. അപ്പൊ എല്ലാവരും പയ്യാമ്പലം ബീച്ചിലേക്ക് വരുന്നവരെല്ലാം ഈ പാർക്കിലേക്ക് കൂടി വരിക. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. എവിടെയാ പോകുന്നത്? സൈക്കിളിങ്ങിന് കൂട്ടനും ആകാശവും ഇതായതാ. എങ്ങനെയുണ്ട് നമ്മളെ കടൽ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ മുതലാകുന്ന ഒരു ഏരിയ. ഇടയ്ക്ക് ഇതാ ഇപ്പൊ പോകുന്നുണ്ട്. ഇതാ റിപ്പൂട്ടൻ ആകാശത്തൂടെ ഒരു യാത്ര. കൈയുണ്ടാകണ റിപ്പൂട്ടൻ ആകാശത്തൂടെ ഒരു യാത്ര. നിങ്ങൾ ആകാശത്തൊട്ടിലെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ വൈബ് കാഴ്ചയായിരിക്കും. കടലോരത്തിന്റെ തിരമാലകൾ അടിച്ചിങ്ങനെ കസറുന്നത് നിങ്ങൾ ആടുന്ന ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ ആകാശത്തൊട്ടിലെല്ലാം കയറി. നമ്മളിപ്പോ കുറച്ച് മുകളിലാണുള്ളത്. എടുത്തുകൊണ്ട് ഹലോ, എവിടത്തേക്കാ സുഹൃത്തുക്കളെ പോകുന്നത്? ചന്ദ്രനിലേക്ക് ഒരു യാത്ര. വീട്ടിലുണ്ട് അങ്ങനെ വരുന്നു അല്ലേ? ഇവനെ കൊണ്ടൊന്നും പറ്റൂല. നല്ലോണം ചോട്ടാ, മേലോട്ടേക്ക് പോ. എങ്ങനെ മക്കളെ പോട്ടെ മോനെ.
അപ്പോൾ നമ്മളൊരു ഫോളോവേഴ്സിനെയും കൂടി ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. വീട് എവിടെയാ പറഞ്ഞത്? തലശ്ശേരിയിലല്ലേ? നിങ്ങൾ തലശ്ശേരിയാ? അല്ല അതറിയാം, നിങ്ങൾ തലശ്ശേരിയാ വീടിന്? കരിയാൽ. ആ, രണ്ടാളും അടുത്തടുത്ത് തന്നെ. ഏയ് ഏയ് എവിടെയാ ഉള്ളത് നിങ്ങളിപ്പോ? ഓക്കെ, എന്നപ്പോ നമുക്ക് പിരിയാല്ലേ? അപ്പൊ ഈ പ്രകൃതി ഭംഗി കാണിക്കുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി എല്ലാവരും ഓക്കെ.